പാലക്കാട് തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം ജയിച്ചു കഴിഞ്ഞ് പറഞ്ഞത് പാലക്കാട്ടെ മനുഷ്യരുടെ തല താഴ്ത്തി പിടിക്കേണ്ട ഒരു തെറ്റും അദ്ദേഹം ചെയ്യില്ല എന്നാണ്. ഇപ്പോൾ പാലക്കാട്ടുകാരുടെ തലയെല്ലാം ഉയർന്നിരിക്കുകയാണല്ലോ. അതുകൊണ്ട് പാലക്കാട്ടെ ജനങ്ങളോട് പറയണം, റിനി ജോർജ് എന്ന് പറയുന്ന ആ കുട്ടി പറഞ്ഞത് വസ്തുതാപരമായി ശരിയല്ല, എന്നെക്കുറിച്ചല്ല. പ്രതിപക്ഷ നേതാവിനോട് പരാതിപ്പെട്ടു എന്ന് പറയുന്നത് എന്നെക്കുറിച്ചല്ല. പ്രതിപക്ഷ നേതാവ് കടുത്ത സ്വരത്തിൽ ഒരു പിതാവിൻ്റെ സ്ഥാനത്ത് നിന്നുകൊണ്ട് ഞാൻ ഈ കാര്യം കൈകാര്യം ചെയ്തു. ആരുടെ പിതാവിൻ്റെ? ഈ MLA-യുടെ പിതാവിൻ്റെ സ്ഥാനത്താണോ റിനിയുടെ പിതാവിൻ്റെ സ്ഥാനത്താണോ? പിതാവിൻ്റെ സ്ഥാനത്ത് കൈകാര്യം ചെയ്തു എന്ന് പറയുമ്പോൾ MLA-യുടെ പിതാവിൻ്റെ സ്ഥാനത്ത് നിന്നാണ് കൈകാര്യം ചെയ്തത്. കാരണം എന്താണ്? അദ്ദേഹത്തിന് മത്സരിക്കാൻ അവസരം ഉണ്ടാക്കി കൊടുത്തു. ഇതാണ് ഇയാളുടെ സ്വഭാവം എന്ന് ആ പാർട്ടിയിൽ വ്യക്തമാക്കിയിട്ടും അദ്ദേഹത്തിന് അവസരം ഉണ്ടാക്കി കൊടുത്തു. അപ്പം സതീശൻ വെളിപ്പെടുത്തിയ കർശന നടപടി ആരുടെ പേരിലാണ്? എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? പ്രതിപക്ഷ നേതാവ് കർശന നിലപാട് സ്വീകരിച്ചത്, സ്വരം കടുപ്പിച്ച് പറഞ്ഞത് ആരെക്കുറിച്ചാണ്? അത് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇന്ന് വ്യക്തമാക്കിയിരുന്നെങ്കിൽ കാര്യങ്ങൾ വ്യക്തമാണ്. ഒരവന്തികയുടെ നിലപാടിൻ്റെ ഏതെങ്കിലും ഒരു ചാറ്റിനകത്തോ അല്ലെങ്കിൽ അവരുടെ സംഭാഷണത്തിൻ്റെയോ തള്ളപ്പെട്ടു പോകുന്ന കാര്യങ്ങളാണോ നിൽക്കുന്നത്? 2, MLA-ക്ക് പറയാം, ചില ശബ്ദങ്ങളൊക്കെ കേൾക്കുന്നു, ചില പെൺകുട്ടികളുടെ ശബ്ദം അപ്പുറത്തുണ്ട്, ഇപ്പുറത്ത് എൻ്റെ ശബ്ദമാണോ അല്ലയോ? 4-5 ദിവസമായി ഇത് ശബ്ദം പുറത്തു വരുന്നുണ്ട്. ഇവിടുത്തെ മാധ്യമങ്ങൾ പുറത്തുവിട്ട ശബ്ദം എൻ്റെതല്ല. അദ്ദേഹം ഇന്ന് പറഞ്ഞു, മിനിയാന്ന് പറഞ്ഞു. ഇന്ന് പറയുകയാണെങ്കിൽ നമുക്ക് തീരുമാനം ഉണ്ടാക്കാം. എല്ലാ മാധ്യമങ്ങളുടെ പേരിലും കേസെടുക്കണം എന്നല്ല ഞാൻ പറയുന്നത്. ഇതിൻ്റെ ഉത്തരവാദികളെ പിടിക്കണ്ടേ? അപ്പോൾ ഈ ശബ്ദം ആരുടേത്? ഇദ്ദേഹത്തിൻ്റെ ശബ്ദം അനുകരിച്ചിട്ടുണ്ടോ? അപ്പോൾ കോൺഗ്രസ് പാർട്ടി തന്നെ പൊസിഷൻ എടുക്കാം. ഞങ്ങളുടെ MLA-യുടെ വ്യാജമായ ഒരു ശബ്ദം അനുകരിച്ച് ഏതോ ഒരു സ്ത്രീകളെ വെച്ച് ഇങ്ങനെ അബോർഷൻ നിർബന്ധിക്കുന്നതായി, കുഞ്ഞിനെ കൊല്ലാൻ നിർബന്ധിക്കുന്നതായി, പിന്നെ തന്നെ കൊന്നുകളഞ്ഞതായി. ഞാൻ നമ്മുടെ നാട്ടിൽ പറയുകയാണ്, മാധ്യമ പ്രവർത്തകർ പ്രതിപക്ഷ നേതാവിനോട് പറഞ്ഞു, മാധ്യമങ്ങളിലെ 2 മാധ്യമ പ്രവർത്തകർക്ക് ഇദ്ദേഹത്തിൻ്റെ പക്കൽ നിന്നും ഇത്തരം അനുഭവം ഉണ്ടായി എന്ന് ഞങ്ങൾക്കറിയാം. പകൽ പോലെ കേട്ടതല്ലേ നമ്മുടെ നാട്ടിലെ മുഴുവൻ മാധ്യമങ്ങളിലൂടെയും ആ മാധ്യമ പ്രവർത്തകരുടെ ചോദ്യം?